കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി മഹാശിവരാത്രിയായി നമ്മൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശിവപുരാണത്തിൽ ശിവരാത്രി വ്രതമഹാത്മ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യവും ശിവരാത്രിയുടെ പാരണാസമയം, കഴിഞ്ഞ ശിവരാത്രിയുടെ വീഡിയോയിൽ പാരണാസമയം പറഞ്ഞിരുന്നു, എങ്കിലും 1-2 സ്ഥലങ്ങളിലെ പാരണാസമയം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ നമ്മുടെ ആ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടിരുന്നു. അതിനുള്ള മറുപടിയും ഈ വീഡിയോയിൽ ഇന്ന് നൽകുന്നുണ്ട്. അതുകൂടാതെ ശിവരാത്രി ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യവും, ഏത് നാമം ജപിക്കണം എന്നുള്ള കാര്യവും, ഏതൊക്കെ പൂജകളാണ് ചെയ്യേണ്ടത്, ക്ഷേത്രത്തിലും വീട്ടിലുമൊക്കെ എന്തൊക്കെ ചെയ്യണം, ഏതു നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്. പീരീഡ്സ് ആയിരിക്കുന്നവരെന്തു ചെയ്യണം, പുലയും ബാലായ്മയും ഉള്ളവരെന്തു ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ചതുർദശി തിഥി രാത്രി കാലങ്ങളിൽ വരുന്ന സമയത്താണ് ശിവരാത്രി വ്രതമായി നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെ ചതുർദശി തിഥി ആരംഭിക്കുന്നത് 15-ാം തീയതി വൈകുന്നേരം 5:04 മുതൽ 16-ാം തീയതി വൈകുന്നേരം 5:54 വരെയാണ്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ചതുർദശി വരുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ്. അതുകൊണ്ട് അന്നാണ് നമ്മൾ ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. അന്ന് രാത്രിയാണ് ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. അന്ന് രാത്രി എവിടെ ഇരുന്നാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഓം നമഃശിവായ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. അതുകൂടാതെ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് എത്ര തവണ ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും തവണ ജപിച്ചു കൊള്ളുക. വളരെ വളരെ ശ്രേഷ്ഠമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. ശിവരാത്രി വളരെ വിശേഷപ്പെട്ട രീതിയിലാണ് ആഘോഷിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ അന്ന് ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. എല്ലാ യാമങ്ങളിലും പൂജകൾ നടക്കാറുണ്ട്. എല്ലാ യാമങ്ങളിലും നടക്കുന്ന പൂജകൾ കണ്ട് തൊഴുകയാണെങ്കിൽ 1000 പ്രദോഷമെടുത്തതിൻ്റെ ഫലമാണ് എന്നാണ് വിശ്വാസം. ഭക്തജനങ്ങളുടെ ഒരു മഹാപ്രവാഹം തന്നെയായിരിക്കും അന്ന് ക്ഷേത്രത്തിലേക്ക്. ധാരാളം ഭക്തജനങ്ങൾ പേപ്പറിലിങ്ങനെ നമഃശിവായ മന്ത്രം എഴുതിക്കൊണ്ടിരിക്കും. എല്ലാം എഴുതിയതിന് ശേഷം അവർ അവിടെ തന്നെ അത് നിക്ഷേപിക്കുകയും ചെയ്യും. ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്തും പുറത്തുമൊക്കെ ധാരാളം പരിപാടികൾ നടക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ഡാൻസുകൾ, അതുപോലെ തന്നെ അകത്ത് ഭജന സംഘങ്ങൾ, അഖണ്ഡ നാമ ജപങ്ങളൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ട രീതിയിലാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ സാധിക്കുമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാവരും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക. ശിവരാത്രി ദിവസം ഭഗവാന്റെ കൂടെ ഇരുന്ന് എല്ലാ പൂജകളിലും പങ്കെടുക്കുക. ഇനി അതിന് സാധിക്കാത്ത ആളുകൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏത് ശിവക്ഷേത്രത്തിലാണോ വളരെ വിശേഷപ്പെട്ട രീതിയിൽ ഈ ദിവസം ആചരിക്കുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊള്ളുക. അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ കൂടെ ഇരുന്നു കൊണ്ട് നമഃശിവായ മന്ത്രം ജപിക്കുക. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ജപിക്കുക. രാത്രിയിൽ ഉറങ്ങാതെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, എനിക്ക് ഉറങ്ങാതെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ശിവരാത്രി വ്രതം എടുക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ എപ്പോഴാണോ കിടക്കാൻ പോകുന്നത് അത്രയും സമയം നമഃശിവായ മന്ത്രം ജപിക്കുക. കഴിയുമെങ്കിൽ അതിരാവിലെ തന്നെ ഉണരാനായിട്ടും ശ്രദ്ധിക്കുക. കുറച്ച് സമയം നിങ്ങളുടെ ആ ആരോഗ്യസ്ഥിതി മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. അന്നേ ദിവസം ശുദ്ധാഹാരത്തിലിരുന്ന് പരമാവധി സമയം ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാം അറിയാം, നമ്മളുടെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയാം. അതുകൊണ്ട് അല്പസമയം ഉറങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ വ്രതനിഷ്ഠയിൽ നിന്ന്, അതായത് പ്രാർത്ഥനയിൽ നിന്നോ അതല്ലാതെ ആഹാരക്രമത്തിൽ നിന്നോ ഒന്നും നിങ്ങൾ പുറകോട്ട് പോകരുത്. കൃത്യമായ നിഷ്ഠയോടുകൂടി തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കുക. അതാണ് ചെയ്യേണ്ടത്. പുലയും ബാലായ്മയും അതുപോലെ തന്നെ പീരീഡ്സുമായിരിക്കുന്ന ആളുകൾ, അവർക്ക് ക്ഷേത്രത്തിൽ പോകാനോ
മറ്റു പൂജകളിൽ പങ്കെടുക്കാനോ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും പീരീഡ്സ് ആയവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ആഹാരത്തിൽ നിഷ്ഠ പാലിക്കുകയും നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ ഇരിക്കുകയും ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ശിവരാത്രി വ്രതമഹാത്മ്യം എന്താണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. സിന്ധു നദിയുടെ തീരത്ത് കുഞ്ചരം എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. ആ രാജ്യത്ത് ധാരാളം പശുക്കളുണ്ടായിരുന്നു. തിന്നു കൊഴുത്തു നടക്കുന്ന നല്ല ആരോഗ്യമുള്ള പശുക്കളായിരുന്നു. അവരെ ആരും തന്നെ കെട്ടിയിട്ടിരുന്നില്ല. അവർ കൃത്യമായി അവരുടെ വീടുകളിൽ മേഞ്ഞതിനു ശേഷം, പുല്ല് തിന്നാനായി രാവിലെ പോകും, മേഞ്ഞതിനു ശേഷം കൃത്യമായി അവരുടെ വീടുകളിലേക്ക് കൃത്യമായി തിരിച്ച് എത്തുകയും ചെയ്യുമായിരുന്നു. അല്ലാതെ പശുവിനെ കെട്ടിയിടുക, തൻ്റെ വളപ്പിൽ തന്നെ കെട്ടിയിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേക്കും, പശുക്കൾ അങ്ങ് പോകും, പുല്ലുമേഞ്ഞ് അവർക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെ അവർ സ്വന്തമായി കണ്ടെത്തിക്കൊള്ളും. അതിനുശേഷം തിരിച്ച് കൃത്യമായി അവരവരുടെ വീടുകളിൽ അവർ എത്തിച്ചേരുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെ ക്ഷേമകരമായ ഒരു രാജ്യമായിരുന്നു കുഞ്ചരം. ആ രാജ്യത്തിൽ വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹവും വലിയ നീതിമാനായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രജകളിൽ നിന്ന് വളരെ സമർത്ഥരായ 7 പേരെ തിരഞ്ഞെടുക്കുകയും തൻ്റെ മന്ത്രിമാരായി നിയമിക്കുകയും ചെയ്തിരുന്നു. ഈ 7 പേരുടെ സഹായത്തോടു കൂടിയാണ്, നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് രാജാവ് ഭരണം നടത്തിയിരുന്നത്. രാജാധികാരം ഒരിക്കലും ഏകാധിപത്യമാകരുത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. അതുകൊണ്ടാണ് ഈ 7 പേരെ പ്രജകളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തത്. അവരുടെ അഭിപ്രായത്തിന് അദ്ദേഹം വലിയ വില കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ കുഞ്ചരത്തിലെ ഈ മന്ത്രിമാരും വലിയ ശ്രേഷ്ഠന്മാരായിരുന്നു. അതിൽ ഒരു കാര്യദർശിയുടെ, ഒരു മന്ത്രിയുടെ മകനായിരുന്നു സുകുമാരൻ. ഈ മന്ത്രി ശ്രേഷ്ഠനായിരുന്നു എങ്കിലും ഈ സുകുമാരൻ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഒരു നീചനായിരുന്നു. അവൻ ദുഷ്ടനും അന്യായക്കാരനും ക്രൂരനും ദുർമാർഗിയുമായിട്ടാണ് വളർന്നത്. മറ്റുള്ളവരെ ദ്രോഹിച്ചും നീചമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചുമൊക്കെയാണ് അവൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ സുകുമാരന് പ്രായപൂർത്തിയായി. അച്ഛനെ ധിക്കരിച്ചിട്ട് ഒരു ചണ്ടാള സ്ത്രീയെ ഈ സുകുമാരൻ വിവാഹം കഴിക്കുന്നു. അവളുമായിട്ട് വളരെ കാലം അയാൾ സുഖമായി താമസിച്ചു. താമസിയാതെ ആ സ്ത്രീ ഗർഭിണിയായി. അധികം താമസിക്കാതെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ കാലം പിന്നിട്ടു. സുകുമാരൻ 7 കുഞ്ഞുങ്ങളുടെ പിതാവായി തീർന്നു. 5 ആണും 2 പെണ്ണും. നീചനായ സുകുമാരൻ സ്വന്തം മകളെ തന്നെ പിന്നീട് വിവാഹം കഴിക്കുകയാണ്. എത്ര നീചനാണ് എന്ന് ആലോചിച്ചു നോക്കുക. ഏറ്റവും അധപ്പതിച്ച മനസ്സുള്ളവനായിരുന്നു സുകുമാരൻ എന്നാണ് ഈ ഒരു സന്ദർഭം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുകുമാരൻ്റെ ഭാര്യ സുകുമാരൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് പറയുകയാണ്, സിന്ധു നദിയുടെ കരയിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, അത് കാണാൻ പോകണം. അതിനുവേണ്ടി തൻ്റെ തലയിൽ ചൂടാനായിട്ട് കുറച്ച് പൂക്കൾ വേണം എന്ന് പറഞ്ഞിട്ട് ആ പൂക്കളുടെ പേരും ഈ സ്ത്രീ സുകുമാരനോട് പറഞ്ഞു കൊടുക്കുന്നു. ഭാര്യയുടെ ആഗ്രഹമാണ്, സാധിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ സുകുമാരൻ പൂക്കളും തേടി യാത്രയായി. വനത്തിലേക്കായിരുന്നു അയാളുടെ യാത്ര. അങ്ങനെ നടന്ന് അയാൾ നാഗേശ്വരം എന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. വളരെ വിജനമായ സ്ഥലമായിരുന്നു. അയാൾക്കൊട്ടും തന്നെ ഭയം തോന്നിയില്ല. അങ്ങനെ ഒരു ഏകാന്തമായ സ്ഥലത്തു കൂടി അയാൾ അങ്ങനെ നടക്കുകയാണ്. നടന്ന് അയാൾ ഒരു മലയുടെ മുകളിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ശിവാലയം ഉണ്ടായിരുന്നു. മഴയും വെയിലുമേറ്റ് ആ ശിവാലയത്തിലുണ്ടായിരുന്ന ശിവലിംഗം നശിക്കാറായ അവസ്ഥയിലായിരുന്നു. ഈ പൊട്ടിപ്പൊളിഞ്ഞ
ശിവാലയവും അതുപോലെ തന്നെ ഈ ശിവലിംഗവും സുകുമാരൻ്റെ കണ്ണിൽ പെട്ടു. അയാൾ ചെന്നിട്ട് ആ ശിവലിംഗത്തെ എടുത്ത് നേരെയൊക്കെ വെച്ചു. കാരണം അതിങ്ങനെ മറിഞ്ഞു വീണ് കിടക്കുകയായിരുന്നു. ശിവലിംഗം എടുത്ത് നേരെയൊക്കെ വെച്ച് അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് വൃത്തിയാക്കി. അന്ന് രാത്രി സുകുമാരൻ ഉറങ്ങിയില്ല. ശിവലിംഗത്തിൻ്റെ പരിസരം വൃത്തിയാക്കുന്നതിനും ആ വിഗ്രഹത്തെ ശരിയായി ഉറപ്പിക്കുന്നതിനുമായി അന്ന് രാത്രി അയാൾ സമയം ചെലവഴിച്ചു. ആരും പൂജിക്കാതെ ഇട്ടിരുന്ന ആ വിഗ്രഹവും പരിസരവും സുകുമാരൻ സുന്ദരമാക്കുന്നു അല്ലെങ്കിൽ വൃത്തിയാക്കുന്നു എന്ന പ്രവൃത്തിയാണ് അന്നു രാത്രി അയാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഉറക്കവും വന്നില്ല. അന്ന് രാത്രി അയാൾ ഒരു പോള കണ്ണുപോലും അടച്ചില്ല. രാത്രി മുഴുവൻ ആ പ്രദേശം വൃത്തിയാക്കുന്നതിനും ശിവലിംഗം കൃത്യമായി ഉറപ്പിക്കുന്നതിനുമായി അയാൾ ചെലവഴിച്ചു. രാവിലെ അയാൾ ശിവലിംഗത്തെ നോക്കി. അപ്പോൾ അവിടെ എല്ലാം വൃത്തിയായിരിക്കുന്നതായിട്ടും ശിവലിംഗം നല്ല രീതിയിൽ ഉറച്ചിരിക്കുന്നതായിട്ടും അയാൾക്ക് മനസ്സിലായി. അതോടുകൂടി അയാൾക്ക് വലിയ തൃപ്തിയും തോന്നി. അതിനുശേഷം തൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ ശേഖരിക്കുന്നതിനായിട്ട് അയാൾ താഴ്വാരത്തിലേക്ക് പോവുകയും ചെയ്തു. വൈകുന്നേരം വരെ അവിടെയെല്ലാം ചുറ്റി നടന്നു. ഒടുവിൽ കിട്ടിയ പൂക്കളുമായി അയാൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു. സുകുമാരൻ വയസ്സായി. അധികം താമസിയാതെ അയാൾ ഒരു രോഗിയുമായി മാറി. ഒരു ദിവസം അങ്ങനെ ഈ സുകുമാരൻ മരിച്ചു. അങ്ങേറ്റം മോശപ്പെട്ട പ്രവൃത്തിയാണ് അയാൾ ജീവിതകാലം മുഴുവനും ചെയ്തത്. അയാളുടെ ജഡം അനാഥമായി. അതുകൊണ്ട് തന്നെ ആ ജഡം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും കൂടി എടുത്ത് സിന്ധു നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തു. ഈ മനുഷ്യൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ യമപുരിയിൽ നിന്ന് കാലന്മാരുടെ ദൂതന്മാർ ആ സമയത്ത് അവിടേക്ക് എത്തിച്ചേർന്നു. ആ സമയത്ത് മറ്റു ചില ആളുകൾ കൂടി അവിടേക്ക് വന്നു. അതാരൊക്കെയാണ്? കൈലാസത്തിൽ നിന്ന് ശിവദൂതന്മാർ. ശിവദൂതന്മാർ യമദൂതന്മാരോട് പറയുകയാണ്, അല്ലയോ സുഹൃത്തുക്കളെ, ഇവനെ കൊണ്ടുപോകുവാനുള്ള അർഹത നിങ്ങൾക്കില്ല, അതിൻ്റെ അർഹത ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഈ ശിവദൂതന്മാർ യമദൂതന്മാരോട് പറയുന്നു. അതെങ്ങനെ പറ്റും? ഏറ്റവും നീചമായ പ്രവൃത്തി ജീവിതകാലം മുഴുവൻ ചെയ്തവനാണ് സുകുമാരൻ. അതുകൊണ്ട് തന്നെ ഇവനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് യമദൂതന്മാർ ശിവദൂതന്മാരോട് പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കാകുന്നു. അങ്ങനെ ഈ വഴക്ക് ഒരു യുദ്ധ സമാനമായി തീരുകയും ചെയ്തു. യുദ്ധം നടക്കുമെന്ന അവസ്ഥ വരുന്നു. ആ സമയത്ത് ധർമ്മരാജൻ യമധർമ്മൻ അവിടെ എത്തിച്ചേരുന്നു. അദ്ദേഹം പറയുന്നു, സുകുമാരൻ എന്ന ഈ ചണ്ടാളൻ്റെ ആത്മാവ് ഇപ്പോൾ മോക്ഷം പ്രാപിച്ചിരിക്കുന്നു. ഒരു രാത്രി മുഴുവൻ ഇവൻ ശിവലിംഗത്തെ പരിചരിച്ചു. അന്ന് ശിവരാത്രിയായിരുന്നു. പിറ്റേന്ന് മുഴുവനും പൂക്കൾ തേടി നടന്നതിനാൽ ആ പകലും അവൻ ഉറങ്ങിയില്ല. അവിചാരിതമായിട്ടാണെങ്കിലും അവന് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്നവന് മോക്ഷം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് എൻ്റെ കൂടെ പോന്നോളൂ, നമുക്കല്ല അർഹത, ഇവനെ കൊണ്ടുപോകേണ്ടത് കൈലാസത്തിലേക്കാണ് എന്ന് യമധർമ്മൻ വന്ന് യമദൂതന്മാരോട് പറയുന്നു. അങ്ങനെ യമദൂതന്മാർ സുകുമാരൻ്റെ ആ ആത്മാവിനെ ശിവദൂതന്മാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ശിവദൂതന്മാർ സുകുമാരൻ്റെ ആത്മാവിനെയും കൊണ്ട് യാത്രയാകുന്നു. ഇതാണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ശിവരാത്രി വ്രത മഹാത്മ്യത്തിലെ ഒരു കഥ. ധാരാളം കഥകൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു കഥ നിങ്ങളോട് പറഞ്ഞു. ഇതും ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. ഈ കഥയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഓർത്ത് പ്രാർത്ഥിച്ച് നമഃശിവായ മന്ത്രം ജപിച്ച് ഇരിക്കണം. അതുപോലെ തന്നെ പാരണാസമയം 16-ാം തീയതി രാവിലെ 6:40 ശേഷം 3:34 വൈകുന്നേരം 3:34 എപ്പോൾ വേണമെങ്കിലും നമുക്ക്
നമ്മുടെ ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം 6:40 ശേഷം. സിംഗപ്പൂരിൽ 7:16 മുതൽ 4:40 വരെയാണ് സമയം. ദുബായിൽ രാവിലെ 6:53 മുതൽ വൈകുന്നേരം 3:24 വരെയാണ് സമയം. ഷാർജ 6:52 മുതൽ 3:23 വരെയാണ് സമയം. അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും മഹാദേവന് ധാര ചെയ്യുകയും അതുകൂടാതെ ദേവിക്ക് വിളക്ക് തെളിയിക്കുകയും ചെയ്യണം. നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ അർച്ചന കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ മഹാദേവൻ തിരുവാതിര എന്ന പേരിൽ കൂടി ഒരു അർച്ചന കഴിപ്പിച്ചു കൊള്ളുക ശ്രേഷ്ഠമാണ്. നാഗദേവതകൾക്ക് എന്തെങ്കിലും ഒരു സമർപ്പണം അന്നേ ദിവസം ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വെളുത്ത നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുന്നതും കൂവളത്തില സമർപ്പിക്കുന്നതും കൂവളത്തിൻ്റെ മാല സമർപ്പിക്കുന്നതും അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. പരമാവധി സമയം നാമം ജപിക്കുക. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ജപിച്ചുകൊള്ളുക. ഓം നമഃശിവായ മന്ത്രം ജപിച്ചുകൊള്ളുക. ശിവസഹസ്രനാമം ജപിച്ചുകൊള്ളുക. നമുക്കറിയാവുന്ന മറ്റെന്തൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങളൊക്കെ തന്നെ ജപിച്ചുകൊള്ളുക. ഇതാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാനായിട്ടുള്ളത്. സാധാരണ നമ്മൾ പാരണ വീടിയതിനു ശേഷം അന്ന് പകലും കൂടി നമ്മൾ സാധാരണ ഉറങ്ങാറില്ല. എങ്കിലും ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിൽ പാരണ വീടിയതിനു ശേഷം നമുക്ക് മയങ്ങാവുന്നതാണ് അല്പസമയം. ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ അന്ന് പകൽ കൂടി ഉറങ്ങാതിരിക്കുക. അല്ല, ആരോഗ്യം തീരെ വയ്യ, മോശമാകുന്നു, തലവേദന എടുക്കുന്നു, ക്ഷീണം തോന്നുന്നുവെങ്കിൽ പാരണ വീടിയതിനു ശേഷം നമുക്ക് അല്പസമയം ഉറങ്ങാവുന്നതാണ്. നമ്മുടെ ആരോഗ്യം നോക്കുക. രാത്രിയിൽ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഉറക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 200 പേജിൻ്റെ ഒരു നോട്ട് ബുക്ക് മേടിച്ചിട്ട് ആ നോട്ട് ബുക്ക് മുഴുവൻ നമഃശിവായ മന്ത്രം എഴുതുക. അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് എഴുതുക. പുസ്തകങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഉറക്കം വരും. വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ല, അവരെല്ലാവരും പോയി കിടന്നുറങ്ങി നമ്മൾ മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ ഉറക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ സമയത്ത് എന്തെങ്കിലും കീർത്തനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതോ ഒക്കെ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇഷ ഫൗണ്ടേഷൻ്റെ ലൈവ് കാണും അന്നത്തെ ദിവസം രാത്രിയിൽ. നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവിൻ്റെ ലിങ്ക് ഇട്ട് തന്നേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി, അല്ലെങ്കിൽ ഇഷ ഫൗണ്ടേഷൻ ഒന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും. ആ സമയത്ത് അവിടെ ലൈവ് ഉള്ളത് കൊണ്ട് തന്നെ ധ്യാനം, പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതൊക്കെ കണ്ടൊക്കെ ഇരിക്കുക. പറ്റുന്നവരെല്ലാവരും തന്നെ ഉറങ്ങാതെ ഇരുന്ന് നാമം ജപിക്കുക. പറ്റാത്ത ആളുകൾ ശുദ്ധാഹാരത്തിൽ ഇരുന്നു കൊണ്ട് പറ്റുന്ന അത്രയും സമയം നാമം ജപിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.